ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ ഏവരെ ഈ ഓഡിയോ മെസ്സേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി 23 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പറകളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുളിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇന്ന് രാവിലെ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെ പറ്റിയ പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മൾ ഈ വായിച്ച വേദഭാഗം 23 സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യം, കർത്താവിൻ്റെ മനസ്സിൽ ഉരുവായതും പരിശുദ്ധാത്മാവിനാൽ നിശ്ചസ്തവുമായ സങ്കീർത്തനം തന്നെ അനുഗമിക്കുന്നവർക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ ഉത്കണ്ഠയെയും കരുതലിനെയും കാണിക്കുന്നതാണ്. അപ്പം കർത്താവിൻ്റെ ദൈവിക സ്നേഹവാചനങ്ങളാണ് നാം ഓരോരുത്തരും. ഒരു പിതാവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഒരു ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടിയും കരുതുന്നത് പോലെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കരുതുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. 4-ാമത്തെ വാക്യം നാം ഒരിക്കൽ കൂടി വായിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന്. അപ്പം ആപത്തിൻ്റെയും വൈഷമ്യത്തിൻ്റെയും മരണത്തിൻ്റെയും സമയത്ത് ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് തനിക്കുണ്ട്. വചനം ആ ഭാഗം നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന വടി സ്വയരക്ഷയ്ക്കും അച്ചടക്കത്തിനും വേണ്ടിയുള്ള ഒരു ആയുധമാണ്. ദൈവത്തിൻ്റെ ശക്തിയെയും ബലത്തെയും അധികാരത്തെയും കാണിക്കുന്ന വടി. അപ്പോൾ തന്നെ കോൽ ആടിനെ ഇടയൻ അടുത്തേക്ക് വരുത്തുന്നതിനും ശരിയായ വഴിയിൽ അതിനെ നടത്തുന്നതിനും അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിനും നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്നതിനും ഉറപ്പ് തരുന്നതാണ് അവൻ്റെ വടിയും കോലും. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യം, തിരമാലയിൽ അലയുന്ന കപ്പലിലുള്ള എല്ലാവരും ഭയപ്പെടും, അത് സ്വാഭാവികമാണ്. എന്നാൽ അതിലൊരു അമ്മയുടെ മാറത്തിരിക്കുന്ന ശിശു ഭയപ്പെടുന്നില്ല. കാരണം അമ്മ അതിനോട് കൂടെ ഇരുന്നാൽ മതിയെന്ന് അത് ആഗ്രഹിക്കുന്നു. അതുപോലെ ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെന്നറിയുന്നത് എത്ര ആശ്വാസകരമാണെന്ന് പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുന്നു. സ്വർഗീയ യാത്രക്കാരായ നമുക്ക് എപ്പോഴും നല്ല കൂട്ട് അന്ത്യം വരെയും ഉണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ എല്ലാം നമ്മളെ ഉപേക്ഷിക്കുമ്പോഴും കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും കർത്താവ് നമ്മുടെ സമീപത്തുണ്ടെന്ന് പരിശുദ്ധാത്മ നമുക്കിന്ന് രാവിലെ ഉറപ്പു തരുന്നു. ലോകാവസാനത്തോളം എല്ലാ നാളും അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം നമുക്ക് മതിയായതാണെന്നും ദൈവാത്മാവ് നമുക്കിന്ന് രാവിലെ ഉറപ്പ് തരുന്നു. അതുകൊണ്ട് ആ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോഴാണ്, ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിൻ്റെ 20 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു. യോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസഫിനോട് കൂടെയിരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായി ഇരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുകൊണ്ട് അവൻ്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നൊരു ഏകാന്തതയിൽ എല്ലാവരും കൈവിടപ്പെട്ടപ്പോഴും യോസഫിനെ പറ്റി നമുക്കറിയാം. ഒരുപാട് സുപരിചിതമായ വേദഭാഗമാണ്. സഹോദരങ്ങളാൽ കൈവിടപ്പെട്ടു, അടിമച്ചന്തയിൽ അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് ഇശ്മായിലി കച്ചവടക്കാർക്ക് താൻ വിൽക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അടിമച്ചന്തയിലായിരുന്നു. അവിടുന്ന് പോത്തിഫറിൻ്റെ ഭവനത്തിൽ വന്ന് നിരപരാധിയാണെങ്കിലും തനിക്ക് തെറ്റ് ചെയ്യാതെ താൻ ഓടി രക്ഷപ്പെട്ടുവെങ്കിലും പിന്നത്തെ കാരാഗൃഹത്തിൽ നിരപരാധിയാണെങ്കിലും കിടക്കേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം അവിടെ സംഭവിച്ചത്, എല്ലാവരാലും തള്ളപ്പെട്ടുവെങ്കിലും ഏകാന്തതയിലും അവനോട് കൂടെ ദൈവം ഇരുന്നു എന്ന് ദൈവവചനം പറയുന്നു. ആ വേദഭാഗം നാം പഠിക്കുമ്പോൾ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് 39 അധ്യായത്തിൽ 4 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. യോസഫിൻ്റെ ബന്ധുജനങ്ങളിൽ നിന്നുള്ള വേർപാട് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോസഫിലും അവൻ്റെ സാഹചര്യങ്ങളിൽ കൂടെ ഇസ്രായേലിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുകയും ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം അവരെ വീണ്ടും ഒരുമിച്ച് ചേർക്കുകയും ചെയ്യേണ്ട ദൈവം പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ അഥവാ ദിവ്യമായ പരിപാലനം നാം അനുഭവിക്കേണ്ടതിന് നമുക്ക് ചിലപ്പോൾ ചുമതലകൾ ഉണ്ടെന്ന് വേദപുസ്തകം നമ്മെ വിളിച്ചറിയിപ്പിക്കുന്നു. നാം ദൈവത്തെയും അവൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ഹിതത്തെയും അനുസരിക്കുന്നവരായിരിക്കണം. യോസഫ് തൻ്റെ അനുസരണാശീല
അനുസരണാശീലമുള്ള ജീവിതം കൊണ്ട് ദൈവത്തെ മാനിച്ചപ്പോൾ ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ മാനിച്ചു എന്ന് വ്യക്തമാണ്. സൗഭാഗ്യത്തിലേക്കുള്ള ദൈവത്തിൻ്റെ മാർഗം കഷ്ടതയിലൂടെയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആലോചന പറയുക. ഉന്നതങ്ങളിലേക്കുള്ള വഴി താഴ്ചയിലൂടെയാണെന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. യോസഫിന് വേണ്ടി ഏതെങ്കിലും ചെയ്യുവാൻ കഴിയുമായിരുന്ന ഏക സുഹൃത്ത്, മനുഷ്യരെല്ലാം തന്നെ കൈവിട്ടപ്പോഴും തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്ന ഏക സുഹൃത്ത് ദൈവമായിരുന്നു. യോസഫിൻ്റെ വിമോചനവും മിസ്രൈമിൽ ഉയർത്തപ്പെടേണ്ടതായ സമയമെടുത്തപ്പോൾ ദൈവം കൂടെയിരുന്ന് വ്യക്തികളെയും സാഹചര്യങ്ങളെയും യോസഫിന് അനുകൂലമാക്കിയെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മെ ഓർപ്പിക്കുന്നു. യോശുവയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോട് കൽപ്പിച്ചപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. 5-ാം വാക്യം നാം ഇങ്ങനെ വായിക്കും, നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് നമ്മളങ്ങനെ ആ ഭാഗം വായിക്കുന്നു. അപ്പം ദൈവജനത്തെ വാഗ്ദത്ത നാട്ടിലെത്തിക്കുവാൻ ദൈവം യോശുവയെ നിയോഗിക്കുന്ന വേദഭാഗമാണ് നാം വായിച്ചത്. ഇന്ന് രാവിലെ അധികം പുത്തൻ വെല്ലുവിളികളുടെ നടുവിലായിരുന്നു യോശുവ പറ്റി നാം പഠിക്കുന്നത്. കനാൻ ദേശത്തിലെ ജനങ്ങൾ ബലവാന്മാരാണെന്നും അവരുടെ പട്ടണങ്ങൾ ഉറപ്പും വലിപ്പവും ഉള്ളവയാണെന്നും യോശുവ നേരിൽ കണ്ടറിഞ്ഞതാണ്. നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അവരുടെ പോരാളികൾ പോരിനൊരുങ്ങിയവരുമായിരുന്നു. സ്ഥലമാകട്ടെ മലമ്പ്രദേശവും. തന്മൂലം യുദ്ധതന്ത്രം രൂപപ്പെടുത്തുന്നത് പ്രയാസകരമാണ്. ഈ സ്ഥിതിയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം സർവാതിശയത്തിൻ്റെ കാര്യമാണ്. അപ്പം ദൈവത്തെ ഒരു കാര്യം അവിടെ യോശുവയുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിശക്തമായ വെല്ലുവിളികളുടെ നടുക്ക് നിൽക്കുന്ന യോശുവയോടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു. ആ ഭാഗം ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ ഇസ്രായേൽ അനുസരിക്കുമെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്ന്. അപ്പം ദൈവത്തിൻ്റെ ആജ്ഞ എപ്പോഴും വാഗ്ദത്വത്തോടു കൂടിയുള്ളതാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മയോട് ഓർപ്പിക്കുന്നുണ്ട്. തൻ്റെ മാറാത്ത സാന്നിധ്യവും സഹായവും കൊണ്ട് ജീവപര്യന്തം ശത്രുക്കളുടെ മേൽ വിജയം യോശുവയ്ക്ക് ദൈവം അവിടെ വാഗ്ദാനം ചെയ്യുക. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ എന്നെ നിങ്ങളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാ വിശ്വാസികളോടുമുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധതയാണ്. ദൈവപുത്രൻ മുഖാന്തരവും പരിശുദ്ധാത്മാവിൻ്റെ ദാനത്താലും ദൈവം നമ്മോട് കൂടെ വസിക്കുന്നത് തൻ്റെ സാന്നിധ്യം ഇന്നൊരു യാഥാർത്ഥ്യമായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പം നമ്മോട് കൂടെ ഇരിക്കുന്ന ഏത് പ്രതികൂലത്തിലും, ഏത് ഒറ്റപ്പെട്ട ഏത് ഏകാന്തതയിലും, ഏത് വെല്ലുവിളികളുടെ മധ്യയും ദൈവത്തിൻ്റെ പൈതലായിരിക്കുന്ന എന്നോട് നമ്മൾ ഓരോരുത്തരും കൂടെ ദൈവം ഇരിക്കുന്നുള്ള വാഗ്ദത്വവും വചനവും ദൈവം നമുക്ക് തന്നിരിക്കുക, ഉറപ്പും തന്നിരിക്കുക. മത്തായ സുവിശേഷത്തിൽ നാം വരുമ്പോൾ മത്തായ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20 മുതൽ അതിൻ്റെ 16 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തിരുന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പം ശിഷ്യന്മാർക്കുള്ള അന്ത്യദൈവം, മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഉദ്ധാരം ചെയ്ത യേശു കർത്താവ് ശിഷ്യന്മാരോടുള്ള മഹാനിയോഗം അവിടെ നമ്മൾ വായിക്കാൻ ഇടയായത്. ആ വചനഭാഗം നമ്മെ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തം തന്ന കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തിയാണ്. അപ്പം കണ്ണുനീരിൻ്റെയും പ്രശ്നങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും കാലഘട്ടത്തിലും അത് ശരിയായെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മയോട് ഉറപ്പിക്കുന്നത്, അത് ശരിയായ ദൈവത്തിൻ്റെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ശരിയായി തന്നെ നമുക്ക് ഉറപ്പ് ലഭിക്കുവാൻ അതൊരു വലിയ മതിയായ കാരണമാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണത്. തൻ്റെ ഓരോ പൈതലിൻ്റെയും ജീവിതത്തിൽ അവൻ തൽപരനായിരിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിൽ നമ്മോട് കൂടെയുണ്ട്. തൻ്റെ വചനത്താലും അവൻ നമ്മിൽ വസിക്കുന്നു.
നാം ബലഹീനനോ ദരിദ്രനോ പാവപ്പെട്ടവനോ പ്രാധാന്യമില്ലാത്തവനോ നമ്മുടെ സ്ഥിതി എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, യേശു നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് രാവിലെ പരിശുദ്ധാത്മ നമുക്ക് ഉറപ്പ് തരിക. നമ്മുടെ പരീക്ഷകളിലും പരിശോധനകളിലും കഷ്ടതകളിലും അവൻ നമ്മെ കരുണയോട് വീക്ഷിക്കുന്നു. നമുക്ക് മതിയായ കൃപ അവൻ നൽകുന്നു. സകല ഭയത്തിനും സകല സംശയത്തിനും സകല കഷ്ടതയ്ക്കും സകല ഹൃദയവേദനയ്ക്കും സകല നിരാശകൾക്കും വിശ്വാസിക്കുള്ള മറുപടി ഇതാണ്. എല്ലാവരും ഒരു നാൾ, പരിശുദ്ധാത്മാവിനെ രാവിലെ ഓർപ്പിക്കുന്ന പ്രധാന കാര്യം അതാണ്, എല്ലാവരും ഒരു നാൾ നമ്മെ വിട്ടുപിരിയും. എന്നാൽ പിരിയാത്തവൻ കർത്താവ് മാത്രം. അനേകായിരങ്ങളെ സുവിശേഷ നിമിത്തം രക്തസാക്ഷികളാകുവാൻ ധൈര്യപ്പെടുത്തിയത് അവൻ കൂടെ ഉണ്ടെന്നുള്ള ഈ വിശ്വാസമാണ്. കാരണം ഈ വാക്ക് പറഞ്ഞവൻ മരിച്ച് അവസാനിച്ചവനല്ല, മരിച്ചുയർത്ത ദൈവമാണ്. ഇന്ന് നമുക്കായി ജീവിക്കുന്ന രക്ഷിതാവിൻ്റെ മുഴങ്ങുന്ന ശബ്ദമാണ്. കർത്താവ് ഒടുവിലായി പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ എന്നുമെന്നും കുടിക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ കൂടി അവിടുന്ന് കേൾപ്പിച്ച ശ്രേഷ്ഠമായ ദൈവവചന ആലോചനകൾക്കായി ഞങ്ങൾ അവിടുത്തോട് നിന്ന് നന്ദി പറയുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അവിടുത്തെ വാഗ്ദത്തത്തിലും വചനത്തിലും ആശ്രയിച്ചും വിശ്വസിച്ചും ഓരോ ദിവസവും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കുമായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.